Hi everyone, it's me Rahul. Welcome to Mentor Tepex YouTube channel. So, ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൽ ഓൺ ദ റൈസ് മാർക്കറ്റിൽ നമ്മൾ സെൽ ഓൺ ദ റൈസ് ആണ് ചെയ്യേണ്ടത്. സോ സെൽ ഓൺ ദ റൈസ് മാർക്കറ്റാണ്. നമ്മൾ ജസ്റ്റ് മാർക്കറ്റിനെ നിങ്ങൾ ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ടൊന്ന് നോക്കിയാൽ കാണാം. മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ വീഴുന്നു, റൈസ് ചെയ്യുന്നു, ഹൈസ് ഉണ്ടാക്കുന്നു, വീഴുന്നു, ഗ്യാപ് ഡൗണിൽ മാർക്കറ്റ് റൈസ് ചെയ്യുന്നു, വീഴുന്നു, ഗ്യാപ് ഡൗൺ, റൈസ് ചെയ്യുന്നു, വീഴുന്നു. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ക്യാൻഡിൽസിൻ്റെ മാത്രം നോക്കിയാൽ തന്നെ ഈ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ നാളെയും ഒരു ഗ്യാപ് ഡൗൺ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നാളെയും എഗെയിൻ ഒരു ഗ്യാപ് ഡൗൺ വീണാൽ നമ്മൾ താഴെ ഒന്നും ബൈ ചെയ്യത്തില്ല. മാർക്കറ്റ് ഒന്ന് റൈസ് ചെയ്യട്ടെ, അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് സെല്ല് ചെയ്യാം. ഇതായിരിക്കണം നമ്മുടെ നാളത്തെയും പ്ലാൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നാളത്തെയും പ്ലാൻ ഇതായിരിക്കും. 25,400 താഴെ അല്ലെങ്കിൽ 25,500 താഴെ വരികയാണെങ്കിൽ നമ്മളൊരു സെൽ ഓൺ ദ റൈസ്, സെയിം ഫോർമാറ്റ് സെൽ ഓൺ ദ റൈസ് നമ്മൾ നാളെയും ഫോളോ ചെയ്യും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മുടെ ലാസ്റ്റ് ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കിയാൽ തന്നെ അറിയാം. കണ്ടോ, സിമ്പിളായിട്ട് മാർക്കറ്റ് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന്. സോ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഡീപ്പായിട്ട് നിങ്ങൾ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ മാത്രം മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ വളരെ സിമ്പിളായിട്ട് ട്രേഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൽ തന്നെ മനസ്സിലാവും. ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ ഒരു ബൈയിലോട്ടും ഒരു റെഡ് ക്യാൻഡിൽ കാണുമ്പം ഒരു സെല്ലിലോട്ടും പോകുന്നതല്ല മാർക്കറ്റിൻ്റെ ഇത്. ഞാൻ ലാസ്റ്റ് വട്ടവും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രേഡ് വിത്ത് ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട്. ഓക്കെ, എന്താണ് ട്രെൻഡ് അതിനൊപ്പം ട്രേഡ് ചെയ്യുക. സോ അവിടെ ആയിരിക്കും നമുക്ക് എന്ത് കൂടുതൽ റിസ്ക് റിവാർഡ് കൂടുതൽ. അതായത് നമ്മളെടുക്കുന്ന റിസ്കിനെക്കാട്ടി കൂടുതൽ റിവാർഡ് കിട്ടണമെങ്കിൽ എന്ത് ട്രെൻഡാണോ ആ ട്രെൻഡിനൊപ്പം നമ്മൾ ട്രേഡ് ചെയ്യണം. സോ ഇതിൻ്റെ ട്രെൻഡ് നമ്മൾ 1 അവറിൽ ഹയർ ടൈം ഫ്രെയിമിൽ 1 അവറിൽ നോക്കിയാൽ മനസ്സിലാവും ഇതെന്ത് ട്രെൻഡാണ്. ഇത് ഒരു ഡൗൺ ട്രെൻഡാണ് അല്ലേ. ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ്, ഓരോ ഹൈയുടെയും താഴെയാണ് ഓരോ ലോയും. ഓക്കെ, സോ അപ്പം ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എല്ലാ ലോവർ ഹൈയും മനസ്സിലാക്കി, അത് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് ടൂളുകളുണ്ട്. ഫിബ് ടൂളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലോവർ ഹൈസ് മനസ്സിലാക്കാം. RSI ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും മാർക്കറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോയി ട്രേഡ് ചെയ്താൽ നമുക്ക് ലോസ് ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നാളത്തെ നമ്മുടെ വ്യൂ എന്താണ്? നാളത്തെ നമ്മുടെ വ്യൂ എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് എഗെയിൻ ഒരു ഗ്യാപ് ഡൗണിലാണ് വീഴുന്നെങ്കിൽ ഒരു ലോവർ ലോ ആയിരിക്കും ഉണ്ടാക്കുക, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ. സോ എന്താണ്, ഒരു ലോവർ ഹൈസ് വേണ്ടി വെയിറ്റ് ചെയ്യുക, അടുത്ത ലോവർ ഹൈസ് നിന്ന് സെല്ല് ചെയ്യുക. ഓക്കെ, എപ്പോഴാണോ നമ്മുടെ മാർക്കറ്റ് നമുക്ക് 24,000 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നത് അതുവരെ സ്റ്റിൽ നമ്മൾ ബിയറിഷാണ്. 24,000 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബുള്ളിഷിലോട്ട് വരും. അത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ, നമ്മുടെ ഇപ്പം നടക്കുന്ന സിനാരിയോ ഇതെല്ലാം നമുക്ക് ഫേവർ ആണെങ്കിൽ മാത്രമേ നമ്മൾ ബുള്ളിഷിലോട്ട് വരത്തുള്ളൂ. അതിന് മുന്നേ എല്ലാവരും നമ്മൾ സെൽ ഓൺ ദ റൈസ് എന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിളാണ്. സെൽ ഓൺ ദ റൈസ്, ട്രേഡ് വിത്ത് ട്രെൻഡ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ നാളെ ഒരു ഗ്യാപ് ഡൗൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ഒരു റൈസിന് ഒരു ഹൈക്ക്, ഒരു ലോവർ ഹൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ലോവർ ഹൈയിൽ നിന്ന് നമ്മൾ മാർക്കറ്റിനെ സെല്ല് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ആൻഡ് ഇത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, പബ്ലിക് ഗ്രൂപ്പിൽ കൊടുത്ത ട്രേഡ്സ് JSW എനർജി, ടോറൻറ്റ് പവർ എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കോൾ ഇന്ത്യ എടുത്ത് ഹോൾഡ് ചെയ്തവർക്ക് ഈ ഒരു ബിയർ മാർക്കറ്റിലും കോൾ ഇന്ത്യ നല്ലൊരു പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടാറ്റ പവറും ഇസ് എ ഗുഡ് പ്രോഫിറ്റ്. ആൻഡ് സുസ്ലോൺ എനർജി എൻ്റെ സ്റ്റുഡൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മുകളിലോട്ട് പോയിട്ട് വീണ്ടും ഔട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ഇൻട്രാഡേ കോൾസ്. ആൻഡ് നിഫ്റ്റിയിൽ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നിഫ്റ്റി കാരണം ഇന്ന് സെൻസെക്സ് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഞാൻ മാർക്കറ്റിൽ നിന്ന് വിട്ട് നിൽക്കുകയായിരുന്നു. ഓക്കെ, സോ ഇതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.